ഹായ് ഓൾ, കാറ്ററ്റ് കാറ്റഗറി ഫോർ അറബിക്കിൻ്റെ വളരെ ഈസിയായി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റായി ചോദിച്ച ചോദ്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അൽ ലുഗത്തു വൽ അദബു. നമുക്ക് 80 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അബുൽ ലുഗത്തിൽ അറബി, അറബി ഭാഷയുടെ പിതാവ് ആരാണ്? യഅ്റൂബ് ബിൻ ഖഹ്താൻ എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, അൽ അദീബുൽ അറബിയു അൽ മിസ്രിയു അൽ മഷ്ഹൂറു ഫിൽ ആലം അല്ലദീ നാല ജായിറത നൂബില ലി ആദാബി ആം 1988. ലോക പ്രശസ്തനായ ഈജിപ്ഷ്യൻ അറബി സാഹിത്യകാരൻ 1988 നോബൽ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? നജീബ് മഹ്ഫൂദിനാണ് ആ ഒരു നോബൽ പ്രൈസ് ലഭിച്ചത്. അദുൽ ഹുറൂഫിൽ ഹിജാഇയ അൽ അറബിയ, അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 28. നാലാമത്തെ ചോദ്യം നോക്കാം. അദുൽ ഹുറൂഫി ഷംസിയ ഫി ലുഗത്തിൽ അറബി, അറബി ഭാഷയിലെ സൂര്യാക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 14 എന്നാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, അദുൽ ഹുറൂഫിൽ ഖമരിയ ഫി ലുഗത്തിൽ അറബി, അറബി ഭാഷയിലെ ചന്ദ്രാക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ 14. ആറാമത്തെ ചോദ്യം, ഔവലു മൻ അൻഷാ ഉസ്ലൂബ റസായിലി ഫി അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ കയ്യെഴുത്ത് ശൈലി ആദ്യമായി തുടങ്ങി വെച്ചത് ആരാണ്? അബ്ദുൽ മജീദ് അൽ ഖാത്തിബി എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായി തുടങ്ങി വെച്ചത്. ഏഴാമത്തെ ചോദ്യം, സോഹിബു ഖസീദത്ത നഹ്ജുൽ ബുർദ, നഹ്ജുൽ ബുർദ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? രചയിതാവ് അഹ്മദ് ഷൗഖി എന്നിവരാണ്. എട്ടാമത്തെ ചോദ്യം, അദു ബുഹൂർ ഷഅരി അൽ അറബി, അറബി കവിതയിലെ ബഹറുകളുടെ എണ്ണം, അതായത് വൃത്തങ്ങളുടെ എണ്ണം എത്രയാണ്? 16 എന്നാണ് ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, അബ്റസു മുഅല്ലിഫാത്തി നാസിഫ് യാസിജി, നാസിഫ് അൽ യാജിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണ്? മജ്മഉൽ ബഹ്റൈൻ എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതി. പത്താമത്തെ ചോദ്യം, മുഅസ്സിസു ഇൽമുൽ ബലാഗ, ഇൽമുൽ ബലാഗയുടെ അലങ്കാര ശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്ഥാപകൻ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി എന്നിവരാണ്.